വെൽക്കം ടു അവർ ഹോം. ബിഗോണി വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡള്ളാവും. താറുമാറായി കഴിഞ്ഞപ്പോ റിപ്പയറിന് പോലും ആളില്ല. ഈ വേനൽക്കാലത്ത് സൂര്യൻ ഏത് ദിശയിലായിരിക്കും? കിഴക്ക് ഉദിക്കണു പടിഞ്ഞാറ് അസ്തമിക്കണോന്ന് എനിക്കറിയാവോ. കേട്ടോ, നിന്റെ മേത്ത് വീഴുവോ? അത് മാത്രമല്ല, നമ്മൾ സെറ്റ് ചെയ്യുവാണ്. എവിടെയാണ് നമ്മൾ വെക്കാൻ പോണേന്ന് നോക്കി. മറ്റത് ഇപ്പൊ വാഴയിലെ തന്നെയാണല്ലോ. വാഴയിലെ തന്നെയാ. ഇതെന്തെന്നാ? അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം. അപ്പൊ അമ്മ ഈ ഉണ്ടാക്കി അടക്കി എത്ര രൂപ മതിക്കും? ഇത് വിൽക്കും. അല്ല, മിറ്റടിക്കാനല്ലേ വന്നേ? ഇതെല്ലാം എടുത്തേ കൊണ്ടുപോയി ഇതേ ഷെയ്ഡിൽ വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേനലിലെ ഗാർഡൻ സെറ്റിങ്ങിന്റെ ആദ്യത്തെ പടി തുടങ്ങുവാണ്. ആ ഏരിയ മൊത്തം അമ്മ ക്ലീൻ ആക്കണുണ്ടോ? അവിടെ നേരത്തെ ബിഗോണി ആയിരുന്നത്. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിയില്ല. ഓർക്കണ്ടാവും, സ്ഥിരമൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ. എന്തായാലും അത് വെയിലത്ത് ഇട്ടട്ടെ, വെയിലത്ത് മൈക്ക് വെച്ചോ, വെയിലത്തിരുന്നിട്ട് എന്നാ കുഴപ്പമൊന്നും വെച്ച് കഴിഞ്ഞാൽ അറിയാലോ. ബിഗോണി വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡള്ളാവും. അപ്പൊ പിന്നെ മണ്ണ് മാറ്റാറായിട്ടുണ്ട്. അത് ഇച്ചിരി വയ്യായിക കൊണ്ട് മണ്ണ് മാറ്റാതെയൊക്കെ അങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു വേറൊരു പ്ലാനിങ് ഉണ്ട്. അത് വരുന്നത് വരെയും ഇത് മാവിന്റെ ഷെയ്ഡിലാ. കാലത്തെ കുറച്ചു നേരം ഇവിടെ വെയിലടിക്കും. കഴിഞ്ഞ പോലെ ഞാനിങ്ങനെ മാവിന്റെ ഷെയ്ഡിൽ ഇത് എടുത്ത് വെക്കുക ചെയ്തത്. അത് കാരണം അത് പോവാതെ ഇരുന്നു. പിന്നെയും കാലവർഷം പതുക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കൂ. അന്നത്തേക്ക് നമുക്ക് വളമൊക്കെ ഇട്ട് പുഷ്ടിപ്പെടുത്താം. അപ്പൊ ഞാൻ ആ കൊടും വെയിൽ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയതാ. അപ്പൊ ദേ ഒരു ചട്ടി ഇവിടെ ഇരിപ്പുണ്ട്, അതും എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇനി അവിടെ വേനലല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അധികം വെയിൽ അങ്ങനെ അടിക്കൂല. പക്ഷെ വേനക്ക് നല്ല വെയിലാ. കാരണം മാവിന്റെ കൊമ്പിറക്കിയതിന്റെ കാരണം നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ബോറടിക്കും. കാരണം മാവിന്റെ കൊമ്പ് കാറ്റത്ത് വീടിലേക്ക് വീണ് കഴിഞ്ഞാൽ മരത്തിന്റെ മച്ചും ഓടുവാണ് ഫ്രണ്ട് ഏരിയ ഒരു പോഷൻ മുഴുവനും. അപ്പൊ അത് മുഴുവൻ താറുമാറായി കഴിഞ്ഞാൽ മച്ചിന്റെ ഒന്ന് ഓട് കാണിച്ചേരെ. താറുമാറായി കഴിഞ്ഞപ്പോ റിപ്പയറിന് പോലും ആളില്ല. അത് കാരണം മാവിന്റെ കൊമ്പ് അത്യാവശ്യം ഉള്ളത് നമ്മൾ ഇറക്കിച്ചായിരുന്നു. മാവ് വെട്ടാൻ താല്പര്യമില്ല. അപ്പച്ചനൊക്കെ ആയിട്ട് വെച്ചേക്കണ മാവാണ് ഇവിടെ. അതെല്ലാം പഴയ മാവുകളല്ല. അത് കാരണം അപ്പ കൊമ്പിറക്കിച്ചായിരുന്നു. അപ്പൊ കൊമ്പിറക്കിച്ചത് കൊണ്ട് നല്ല വെയിലേറുണ്ട്. പക്ഷെ നമുക്കത് ഇറക്കിക്കാതെ നിവൃത്തിയില്ല. നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ. വെയിലാന്നും പറഞ്ഞ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സംഗതി പ്രശ്നമല്ലേ. അപ്പൊ അത് കാരണം അപ്പൊ ഇതിന്റെ ചോട്ടിലാകുമ്പോ കുറച്ച് ഷെയ്ഡുണ്ട്. പിന്നെ ഓസ് ഇട്ട് നനയ്ക്കാനും സൗകര്യം. വെള്ളം കൊണ്ടേ നടക്കണ്ട. ഇവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ഓസങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ ചെടി നനയ്ക്കുകയോ ആവും. ഇപ്പൊ വെയിലേറടിച്ച് നിൽക്കണോണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി വളത്തിന്റെയും മണ്ണ് മാറ്റാത്തതിന്റെ ഒക്കെ അപര്യാപ്തത ഇതിലുണ്ട്. അതൊക്കെ നമുക്ക് കാലാവസ്ഥയുടെ അനുസരിച്ചൊക്കെ അതൊക്കെ മേക്കപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ വേനൽക്കാലത്ത് സൂര്യൻ ഏത് ദിശയിലായിരിക്കും? വേനൽക്ക് അല്ല, ഏത് സമയത്തും കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും. അപ്പയുടെ തെക്കൻ തണ്ണി നേണ്ടൊക്കെ അപ്പ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്ത് സൂര്യൻ ഏതോ ഒരു ദിശയിലേക്ക് പോകുന്ന അപ്പ പണ്ട് പറഞ്ഞു. എനിക്കറിയില്ല. അപ്പയുടെ ഊണുമുറിയിലുണ്ട്. പണ്ട് നോച്ചാച്ചയോട് സംസാരിച്ചപ്പോ പറഞ്ഞു. എനിക്കറിയില്ലെന്നേ, എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പൊ അത് അപ്പയുടെ ചോദിച്ചാൽ അറിയാവുള്ളൂ. എന്തിന്റെ പേരിലായാലും കിഴക്ക് ഉദിക്കണു പടിഞ്ഞാറ് അസ്തമിക്കണമെന്ന് എനിക്കറിയാവുള്ളൂ. അപ്പൊ കിഴക്ക് ഭാഗത്താണ് ഇത് ഇരുന്നതാ. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ അവിടെ നല്ല ചൂടാ. അന്നിടിച്ചാലമാവിന്റെ ഇങ്ങോട്ടുള്ള കൊമ്പ് ഇറക്കിയത് കാരണം. പിന്നെ താഴത്തേക്ക് വേറെ അല്ലാതെ എടുത്തു വെക്കാൻ ഇപ്പൊ സ്പേസ് ഇല്ല. പിന്നെ സ്പേസ് ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ട്. അപ്പൊ നിങ്ങളെ അത് കാണിക്കാം. അത് ഒരു 2-3 ആഴ്ചത്തെ താമസം ഉണ്ടാവും മിക്കവാറും. ഫെബ്രുവരി ആദ്യം ആകുമ്പോഴത്തേക്ക് മിക്കവാറും റെഡി ആവും എന്നാ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കാം. എന്തായാലും ഉദ്ദേശം പോലെ എല്ലാം നടക്കണമെന്നില്ല. നമ്മള് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാന്ന് പറഞ്ഞു. ഉദ്ദേശിക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, ഇതാകുമ്പോ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഓസ എത്തും, നനയ്ക്കുകയും ചെയ്യാം. സ്പ്രേ ചെയ്ത്. അതുകൊണ്ടാണ്. പിന്നെ മാവിന്റെ ഷെയ്ഡും. പക്ഷെ കരികില വീണുകൊണ്ടിരിക്കും. അതിപ്പോ നിവൃത്തിയില്ല. ഞാൻ കരികില ഒന്ന് തൂത്ത് കളഞ്ഞേച്ചാണ് അവിടെ വെച്ചേക്കണത്. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഫുൾ കരികിലിയാവും. പിന്നെ നമുക്കത് അടിച്ച് നീക്കിക്കളയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടെമ്പററി അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. അത് ചെടി പോവാതിരിക്കാൻ വേണ്ടിയുള്ള. പിന്നെ അതിന് വളവും ഇതൊക്കെ ഇടേണ്ട സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് വരണ്ടിരിക്കണത്. പിന്നെ ചൂടും അല്ലേ എല്ലാം കൂടെ ആയപ്പോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചേട്ടൻ്റെ ഇത് പനിക്കൂർക്കയാ. പനിക്കൂർക്കയും കാന്താരി ഇവിടെ നട്ടിട്ടുണ്ട്. മറ്റേ കാന്താരി ഏതാണ്ട് നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുവോ വലുത്. അത് കാരണം പുതിയത് ഫ്രഷ് പിടിപ്പിച്ചതാ. അതെ ഇവിടെ കുറച്ച് കുത്തിയതാ നട്ട്. മണ്ണിലെ തുളസിയെ നിൽക്കുള്ളൂ. വെയിൽ മൂത്ത് കഴിയുമ്പോഴേ. ഇത് സിമെന്റിലുണ്ടായിക്കണ. അതെ,
അതെന്താണെങ്കിലും പോവും. ഞാനത് കാരണം 2 നേരം വെള്ളം ഒഴിക്കണ്ടായിരുന്നു. സിമെന്റിലും ചോട് കാണിച്ചു കൊടുക്ക അതിന്റെ. അത് പണ്ട് അവിടെ എങ്ങാണ്ട് നിന്നതിന്റെ അരി വീണ തന്നെ കിളുത്ത 2 ഉണ്ടായിരുന്നു, 1 പോയി. താഴെ വേറെ നിപ്പുണ്ട്. എത്ര നാള് നിക്കും നോക്കാം നമുക്ക്. എന്നാലും നല്ല ഊരിലല്ലേ നിക്കണേ. അത് പറിച്ചു നടാനൊരു മടി. അപ്പൊ ഇന്നാണ് പറഞ്ഞത് പറിച്ചു നട്ടാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് ശരിയാ പറഞ്ഞത്, സിമെന്റ് ആയതുകൊണ്ട് അത് എത്ര വെള്ളം ഒഴിച്ചാലും മണ്ണില്ലല്ലോ. ആ വരാം. ഇത് ഓസ് വലിച്ചാ മതി. കറക്റ്റാ. ഓസൊന്ന് വലിച്ചോട്ടെ. എടി നിന്റെ മേത്ത് വീഴുവോ? ഇല്ല, ഇതിനൊക്കെയാണ് ഓസ്. മതില് പണിതുകൊണ്ട് 3 ഓസ് വന്നു. അതെ. നല്ല രസം. ഞാൻ കരികിലെ അടിയിലിട്ടേക്കണ നനവ് കിട്ടാണ് ഞാൻ കൊണ്ട് മിറ്റ അടിക്കണ കൊണ്ടിരുന്നത്. അത് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ചോട് നനയണം. കാര്യം ഡെയിലി നനയ്ക്കും. ഇലയുടെ മുകളിലേക്ക് ഒഴിക്കുവോ? പിന്നെ തന്നെ എൻ്റെ മേത്ത് വീഴുണ്ടോന്ന് എനിക്കറിയില്ല. ഈ പുറകീന്ന് വെയിലടിക്കണായിരുന്നു ഇവിടുത്തെ ഷോട്ട് നല്ല രസം. ഇത് വെയിലത്ത് നനയ്ക്കാൻ പാടില്ല. വെയിൽ അറിയിട്ടാ. അല്ല, ഇത് ഈവനിങ് സൺ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലത്തെ സൺ ഒട്ടും പാടില്ല. വെയിൽ അറിയിട്ടാ നനയ്ക്കാറ്. വേറെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഈ ഭാഗത്ത് മാത്രം കേട്ടോ വെയിലുള്ളൂ. മറ്റേടൊക്കെ തണല. ചെമ്പരത്തേക്ക് ഞാൻ ഇച്ചിരി നന കൊടുക്കും. നമ്മുടെ പുതിയ ഗാർഡൻ പ്ലാന്റ്സ് പറഞ്ഞാൽ ബൊഗൈൻവില്ല. ബൊഗൈൻവില്ല നമ്മൾ സെറ്റ് ചെയ്യുവാണ്. എവിടെയാണ് നമ്മൾ വെക്കാൻ പോണേന്ന് നോക്കി. മറ്റത് ഇപ്പൊ അങ്ങ് കൊണ്ടുപോകണില്ല കേട്ടോ. 2 അടുത്ത ആഴ്ച വീക്കെൻഡ് ആകുമ്പോ കറക്റ്റ് ആക്കി സെറ്റ് ചെയ്ത് ഗേറ്റിൽ വെക്കാനുള്ളത് മാത്രം. അത് ഞാൻ മറ്റേം കൂടെ ഇങ്ങനെ എടുത്തോണ്ടേ ഇവിടെ ഇത് വെച്ചേച്ചിട്ടോ. അമ്മ തന്നെ മേടിക്കാന്ന് പറയുമ്പോ എനിക്ക് പേടിയാ. ഇനി പിങ്ക് മേടിക്കുവോ? ഇനി പിങ്ക് ഏതായാലും ഇല്ല. ഇനി പിങ്ക് എന്തായാലും വേണ്ട. ഇനി ഇവിടെ നിരത്തി വെക്കാൻ വൈറ്റോ എന്തെങ്കിലും ബ്രൈറ്റ് എടി. അതവിടെയാ അല്ലേ? അവിടെയല്ല, അങ്ങോട്ട്. അങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടി. വൈറ്റാ അല്ല. വെള്ളം ഒഴിക്കുമ്പോഴേ ഇതിനകത്ത് വീഴാതിരിക്കാൻ വേണമെങ്കിൽ താഴെ ഒരു പാത്രം വെക്കാം. ബേസ് വെക്കണം. ബേസ് മേടിക്കാൻ കിട്ടും. അടുത്ത നേരെയാക്കി വെച്ചോട്ടോ. ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയാന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ ഗേറ്റിന്റെ 2 തൂണിലും 2 സുന്ദരി പൂക്കൾ ആഗതയായിരിക്കുന്നതാണ്. വെൽക്കം ടു അവർ ഹോം. ഇനി നിറയെ പൂത്തുലഞ്ഞ് നിക്കണം കേട്ടോ. ഇനി ഒരുപാട് പൂക്കൾ ഉണ്ടാവണം കേട്ടോ. ഇവിടെ നമ്മള് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഓറഞ്ച് വെച്ചു. ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു ചില്ലി റെഡും കൂടെ ഇവിടെ ഇടയ്ക്ക് വെക്കണം നമുക്ക്. മറ്റേതൊക്കെ മാറ്റും കേട്ടോ, എന്നാലാണ് ലുക്ക് വരുള്ളൂ. ഇവനെ ഇങ്ങോട്ട് കൊണ്ട് വെച്ചു. ഇവനൊന്ന് പുഷ്ടിപ്പെടാനുണ്ട്. ഇവിടെ വെയിലടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പുഷ്ടിപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കാം. ഇതാണ് ആ ബോർഡറിൽ പിങ്ക് കളറിലുള്ള വെള്ള. നോക്കാം നമുക്ക്. പിന്നെ ഇത് വൈറ്റ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ പഴയത് ഇവിടെ ഇരുന്നതാട്ടോ. അതൊക്കെ വെച്ചു. 2 പഴയത് ഇവിടെ ഇരുന്നാ വെച്ചേക്കണം. 2 ഇവിടെ പുതിയത് വെച്ചിട്ടുള്ളൂ. 2 ഗേറ്റിന്റെ മുകളിൽ വെച്ച്. ഇത് പുതിയതാ. പിന്നെ ഫ്രണ്ടിൽ 2 പഴയതായിരിക്കണം. ഇനി ചില്ലി റെഡും കൂടെ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ചില്ലി റെഡ് മാത്രമല്ല, വേറെ 1-2 കളറും കൂടെ ഇവിടെ വെക്കണം. ആ യൂഫോർബിയ അവിടെ നിന്ന് മാറ്റി ഇവിടെ ബൊഗൈൻവില്ല മാത്രം ആക്കണം. അത് ഏതെങ്കിലുമൊക്കെ കളറുകൾ മേടിക്കാം. റോഡ് സൈഡിൽ കാണുമ്പോൾ മേടിക്കാം. അന്നേരം നിങ്ങളെ കാണിക്കാം കേട്ടോ. പൈപ്പ് വെള്ളം വന്നപ്പോ അന്നേരം കാണിക്കാം. ഇപ്പൊ സെറ്റ് ചെയ്തത് പിടിക്കാനില്ല. ഇതൊന്നും പിടിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. 4 ചട്ടി മേടിച്ച് 2 ഗേറ്റിൽ വെച്ചത് കാണിച്ചില്ലേ. പിന്നെ ഇവിടെ ഇനി ഓർഡർ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇത്രയും വലുപ്പമുള്ള നമ്മുടെ ഒരു കണിക്കൊന്നയാണ് ഇവൻ. എല്ലാ വർഷവും കാത്തിരിക്കും പൂടും എഴുതി. പക്ഷെ ഒരു വർഷം പോലും ഇത് പൂടാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വർഷമെങ്കിലും ഇത് പൂടുമോ നിങ്ങൾ പറയട്ടോ. ഞാൻ കാത്തിരിക്കുക ഈ വർഷമെങ്കിലും ഒന്ന് പൂവിട്ട് കാണാൻ വേണ്ടി. കൊതിയായിട്ട് വയ്യ. ഒന്ന് പൂടടാ മരമേ. എത്ര നാളായി കൊതിയോടുകൂടി കാത്തിരിക്കുന്നു. കണ്ടോ, തടിയുടെ മൂപ്പ് ഇതാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ. പലർക്കും അറിയാൻ പറ്റും. പറയാവുന്നവർ ഒന്ന് പറയൂട്ടോ. കൊതിയായിട്ടാ. പൂവിടും, ഈ വർഷം പൂവിടും എന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടെങ്കിലും ഒന്ന് പറയണേ. അമ്മയും ഇന്ന് അടയാണോ ഉണ്ടാക്കിയത്? അതെ, ഞാനും ഇന്ന് അട കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? ഒരു സ്പെഷ്യൽ അട. ഇതെങ്ങനെയാണ് ഒരിക്കൽ പറഞ്ഞില്ലേ, ബനാന അട, മഞ്ഞ നിറത്തിലുള്ള. ഇത് നമ്മുടെ കല്ലിൽ ചുട്ട
ഗോതമ്പ് പൊടി, പാളയംകുടം പഴം, തേങ്ങ, ശർക്കര. ദേ കരിഞ്ഞ ചുട്ട. എനിക്ക് ഈ ഫോമാണ് ഏറ്റവും ഇഷ്ടം. അപ്പയ്ക്ക് അരമുറിയാ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പ അതേ തിന്നോളൂ. ഞാൻ അരമുറി എടുത്തതാ. ഞാൻ ആ കവറിലിട്ട് എനിക്ക് 2 വേണ്ട കേട്ടോ, 1 മതി. 1.5 മതിയാവും. 1.5 കഴിച്ചു വന്നാ. അതില് ഞാൻ കൊണ്ടുവന്ന അട ഇരിപ്പുണ്ട് കേട്ടോ. അത് ഒരു കാര്യം ചെയ്യാം, അത് കാണിച്ചേച്ച് ഫ്രിഡ്ജിട്ട് വെക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് അട ഒറ്റയടിക്ക് തിന്നണം. അത് നല്ല പുളിയൊക്കെ ഉള്ള. ഇത് ഞാൻ സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇലയുടെ ഇങ്ങനെ വെച്ചിരുന്നത്, ഇലയുടെ സ്മെല്ല് കിട്ടാൻ വേണ്ടി. നെയ്യ് തൂത്തുവാട്ടോ, നെയ്യ് തൂത്ത്. നീ മാറ്റിയേക്കാം, മാറ്റിയേക്കാം. ആ ചിക്കു കിട്ടിയില്ലോ സപ്പോട്ട. അത് മധുരയില്ലേ? ഒട്ടും മധുരയില്ല. ഇല്ലേ? ഓർഡിനറി സപ്പോട്ടയുടെ ചോട്ടിൽ കിടന്നതാ. 2-3 ദിവസമായി. 2-3 ദിവസമായി. അത് ഏതിലാ ഇരിക്കണേ ഏടാ? കാണിക്കാം. ആ കവറില്. ഇതിലാണോ? കാണിക്കാം. എന്നിട്ട് എടുത്ത് പാത്രത്തിലാക്കി അതിലേക്ക് വെക്കാം. കൂടത്തിലുള്ള സാധനം കൊണ്ടെങ്കിൽ എടുത്തോ, അതിനകത്ത് അധികമൊന്നുമില്ല സാധനങ്ങൾ. എന്നാ അതങ്ങ് കാണിച്ചേക്കാം. എന്നാ വേറെ പരിപാടികളുണ്ടല്ലോ. ഇരുന്നോ അടാ? അതിനകത്താണ് അട. കാണിക്കാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ല, അവര് നന്നായിട്ട് പാക്ക് ചെയ്താ തരണേ. അത് ഇഷ്ടപ്പെടും. നല്ല പുളിയൊക്കെ ഉള്ള ഒരു അടയാ. പുറമേ നേന്ത്രപ്പഴം ചേർത്ത് അരച്ചതാ, അതുകൊണ്ട് മഞ്ഞ നിറാണ്. വാഴയില തന്നെയാണല്ലോ. വാഴയില തന്നെയാ. സൂപ്പറാ. ഒന്ന് കാണിക്കാം. 1, 2, 3, 4 മേടിച്ചല്ലോ. 25 രൂപ, 100 രൂപ. കണ്ട യെല്ലോ കളറില്. നല്ലതാ. നാളെ കഴിക്കുമ്പോ എടുക്കാൻ. ഇത് ഐ കഫേന്ന് മേടിച്ചതാ. 4 100 രൂപ അല്ലേ? അപ്പൊ 25 രൂപ. ഇതിനകത്തേക്ക് തന്നെ ഇട്ടേക്കട്ടെ. ഇനിയുള്ളതും കൂടി ഇങ്ങനെ എടുത്തോ, അധികമൊന്നുമില്ല. അതങ്ങ് എടുത്തങ്ങ് കാണിച്ചാൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ. ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടെന്ന്. ഇത് മൂടട്ടേട്ടോ, ഈ പ്രാണി വീഴുവതാ. പിന്നെ പതിവ് സ്ട്രോബെറി. അധികം സാധനങ്ങളൊന്നുമില്ല. സ്ട്രോബെറി 99 രൂപ ഇപ്പൊ ഓഫറാ അല്ലേ? ഇതെന്ത് സാധനം? മുളപ്പിച്ച ചെറുപയർ. അതെ. അത് തോരൻ ഏതെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടേ പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാലോ. പിന്നെ കോൺ. കോണിന്റെ വില പറഞ്ഞേരെ. കോണിന്റെ വില എനിക്ക് കാണാതെ അറിയില്ല. ബില്ലിലായിരിക്കുള്ളൂ. 27 രൂപയായിരിക്കും. അതിനകത്തില്ല, ബില്ലിലായിരിക്കും ഉള്ളത്. ബില്ല് കാണിക്കാം. ഇതെന്തെന്നാ? അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം. കപ്പലിന് മിഠായി. എനിക്ക് പിടിച്ചപ്പോ തോന്നി അതാണെന്ന്. അതിന്റെ വില പറഞ്ഞേക്കും. 215 ഗ്രാം 66 രൂപ. 66 രൂപ കപ്പലിന് മിഠായി. 250 ഗ്രാം 78 രൂപ. ബില്ല് ഇതിലുണ്ട് കേട്ടോ. കഴിഞ്ഞു, സാധനങ്ങൾ ഇത്ര കഴിഞ്ഞു. അപ്പൊ ഞാനെന്നാ ഓരോന്ന് മാറ്റിക്കോട്ടെ. ഇതാ കപ്പലിന് മിഠായി. പിന്നെ പൊട്ടിക്കാട്ടോ. ഇത് ഫ്രിഡ്ജിട്ട് വെക്കട്ടെ എന്നാ. ഇത് എന്നിട്ട് നമ്മുടെ അട. അപ്പൊ ഇത് കണ്ടോ, മഞ്ഞ നിറത്തിലുള്ള അട. അപ്പൊ കണ്ടില്ല അത്. അപ്പൊ എന്നെ കാണിച്ചു കൊടുക്കാം. ഞാൻ തുറന്ന് കാണിക്കാം. മഞ്ഞ നിറത്തിലുള്ള അട. 4 അട 100 രൂപയപ്പേ അവള് മേടിച്ച അട. 4 അട 100 രൂപ. അതെ. അപ്പൊ അമ്മ ഈ ഉണ്ടാക്കി അടക്കി എത്ര രൂപ മതിക്കും ഇത് വിൽക്കുവാണെങ്കിൽ? അത് നിങ്ങൾ പറയാട്ടോ. ഒന്ന് പറയാൻ പറ. അതെ, അത് സിംഗിൾ അട അകത്തില്ല. വലിയ അടയാണ്, അകത്തില്ല. പക്ഷെ നല്ല കരിഞ്ഞ ഹോംലി ഫീലുള്ള ദോശക്കല്ലില് ചുട്ടെടുത്ത കല്ലില് ചുട്ട മണം വരുന്ന പഴം അടയാണിത് കേട്ടോ. അതെ, പാളയംകുടൻ ചേർത്ത് അരച്ചതല്ല, ചേർത്തത്. പാളയംകുടൻ പഴം, ശർക്കര, തേങ്ങ, ഗോതമ്പൊടി, നെയ്യേ. അപ്പൊ കുറച്ച് കഴിക്കേ. നല്ല അടയാ. ഞാൻ കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇട്ടേക്കുവാ. ഈ അടയൊന്ന് കാണിച്ചു തരാം. അപ്പം നാളെ എടുക്കാന്നോർത്ത്. എല്ലാ അടയും കൂടെ ഒന്നിച്ചെടുക്കണ്ടല്ലോ എന്ന് കരുതിയ. നാളെ തുറന്ന് കാണിക്കാം. അല്ല, തുറന്ന് കളറ് ഒന്ന് പൊടിക്കൊന്ന് രുചിച്ചു നോക്കിയേ. രുചിയൊന്നും അറിയണ്ടേ. ഇതേ ഏത്തപ്പഴം കാണാം അതിനകത്ത്. ഏതാ? അത് ചുട്ടയുടെ നല്ലതാ. അമ്മ ഉണ്ടാക്കിയത് സൂപ്പറാ. അരമുറിയും കൂടെ എടുത്തോട്ടോ, അവൾക്ക് ഫുള്ള് വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പകുതി എടുത്തോ. ഇതിന്റെ പകുതി അവൾക്ക് പകുതി മതിയെന്ന് പറഞ്ഞിട്ടാ. ഞാൻ കഴിച്ചഴിഞ്ഞ് ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. കപ്പലിന്റെ മിഠായി കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇട്ടേക്കുവാ. ഇതേ അപ്പയ്ക്കോടെ വെച്ചേക്കണം. ഞാൻ മാർജിനിൽ നിന്ന് മേടിച്ച അപ്പ അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ
കത്രിക നല്ല കത്രിക ദേ. അപ്പം ഞാനിപ്പോൾ ഇതിലെ വെച്ചത് ഇത് നല്ല പീനട്ട്. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അട കഴിക്കാൻ എടുക്കുകയാണ്. അട എനിക്ക് വളരെ ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന ഈ ചുട്ട അട, അതിങ്ങനെ മൊഴിഞ്ഞ് ആ ബ്രൗൺ കളറിൽ വരണം. അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അത് കല്ലിൽ ചുട്ട് കഴിയുമ്പോൾ ശരിക്കും അങ്ങനെ വരും. തിരിച്ചും മറിച്ചു വിട്ട് നെയ്യൊക്കെ തൂത്ത് ചുട്ട് കഴിയുമ്പോഴേ നല്ല ടേസ്റ്റായിട്ട് വരും. ഒരു പ്രത്യേക രുചി കേട്ടോ. ഈ പാളയംകുടം പഴം അരച്ച് കഴിയുമ്പോഴാന്ന് തോന്നുന്നുണ്ട്, അല്ല അതിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും, അതായത് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കില്ലേ, ആ ഉടച്ചങ്ങ് ചേർത്ത് ഒരു പ്രത്യേക സ്വാദാണ്. ആ പുളിയൊക്കെ വരുമ്പോഴത്തേനും, പുളിയും മധുരം വരുമ്പോഴാണ് അതിൻ്റെ സൂപ്പർ സ്വാദം. നല്ല ഇഷ്ടമാണ് എനിക്ക് അട. എപ്പോഴും ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ പോകുന്ന പോലെ തോന്നും. അതാണ് അതിൻ്റെ സ്വാദിൻ്റെ പ്രത്യേകത. ഇടയ്ക്ക് കാപ്പിയും കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ടോട്ടൽ ബിൽ കോസ്റ്റ്, 263 രൂപ. സ്വീറ്റ് കോണിൻ്റെ പ്രൈസ് 29.5 രൂപയാണ് കേട്ടോ. പിന്നെ പ്ലസ് ഇതിൻ്റെ കൂടെ 100 രൂപയും കൂടെ വരും നമ്മുടെ പഴം അടയില്ലേ, അതും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഒരു 363 രൂപ ടോട്ടൽ ബിൽ എമൗണ്ട്.